നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. ഇന്ന് നമ്മുടെ റെസിഡൻസിലെ പ്രോഗ്രാമാണ്. അതല്ല സ്പെഷ്യാലിറ്റി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അച്ഛനും അമ്മയും ചീമയൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഒപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഫസ്റ്റ് ടൈം നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞ് വരുന്നതിൻ്റെ സന്തോഷമുണ്ട്. രാവിലെ തന്നെ ഞാൻ ഡോബിയെ വിട്ടിട്ടുണ്ട്. ഡോബി ഫുൾ ക്ലീൻ ചെയ്തിടട്ടെ എന്ന് കരുതി രാവിലെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞ് എഴുന്നേറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായേ വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നു 10-11 മണിയാവുമായിരിക്കും കേട്ടോ അവരെത്താനായിട്ട്. ഞാനും വേദയും രാവിലെ എഴുന്നേറ്റു. ഡോബിയുടെ ശബ്ദമൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ വേദയ്ക്ക് ഞാൻ ദോശ ചുട്ടു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ നമ്മൾ പോത്ത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിന് അമ്മ ഇന്ന് വച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കപ്പ ചോറ് ഞാൻ ഇട്ടു. അപ്പോൾ അച്ഛൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് വെജിറ്റേറിയൻ അപ്പോൾ മീൻ കഴിക്കുന്നതോ? അപ്പോൾ അച്ഛൻ മീൻ കഴിക്കും, ചിക്കൻ ബീഫ് മട്ടൺ ഇറച്ചി ഐറ്റംസ് ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി എനിക്കും പോത്ത് അത്ര താല്പര്യമില്ല. അപ്പം ഞാൻ കരുതി മുട്ട അവിയൽ വയ്ക്കാം, ക്യാരറ്റ് തോരനും ഒഴിച്ചു കൂട്ടാൻ, അതായത് മോരുകറിയും വയ്ക്കാം, പോത്തും കപ്പയും അല്ലാതെ അത് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും കഴിയും. അപ്പം അമ്മ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലത്തെ പഴങ്കഞ്ഞിയും ചക്കയൊക്കെ ഇരിക്കണോ, അപ്പം അച്ഛൻ അത് മതിയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. എങ്കിലും വയ്ക്കാമെന്നില്ല കേട്ടോ. സോ ഇന്ന് അവർ വരുന്ന സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. വേദയുടെ ഡാൻസ് കാണാനാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഞാൻ ഇന്നലെ ഇന്ന് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ചീമ അങ്ങ് സച്ചിൻ്റെ വീട്ടിൽ പോയില്ലല്ലോ. അപ്പം അങ്ങനെയൊന്നും പോവാതെ വന്ന് ഇവിടെ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കാം, അതുകൊണ്ടാണ് പതിയെ വരാമെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ദോശമാവ് 2 ദിവസം മുന്നേ അരച്ച് വെച്ചതുണ്ട്. പിന്നെ നമ്മളന്ന് സേലത്ത് പോയപ്പോൾ ധന്യ എന്നല്ല, ഞാൻ പേരും മറന്നുപോയി. ധന്യ കുറച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് ഇന്ന് ചമ്മന്തിപ്പൊടിയായിട്ട് എടുക്കാം. ഇത് ചോറിനോടൊപ്പം കഴിക്കുന്ന ചമ്മന്തിപ്പൊടിയാണ്. ഇത് വേണ്ട, ദോശയോടൊപ്പം കഴിക്കുന്ന ചമ്മന്തിപ്പൊടി. ഇത് രണ്ടും ധന്യ തന്നതാട്ടോ. അത് രണ്ടും ഉണ്ട്. അപ്പം അതും കൂട്ടി കഴിക്കാൻ ഞാനിന്ന് ചമ്മന്തിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കിയാൽ ഇവിടെ ഒരു മനുഷ്യർക്കും വേണ്ട കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നില്ല. ദോശമാവിരിപ്പുണ്ട്. പിന്നെന്താണ്, മുട്ട അപ്പോഴത്തേക്ക് നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാവേ. മുട്ട ഉണ്ട്. ചിലപ്പോൾ മുട്ട കഴിക്കുന്നവരാണ് ബീഫിനോടൊപ്പോഴെങ്കിലോ. എനിക്ക് ചീമ കഴിക്കില്ല, വേദ കഴിക്കില്ല, അച്ഛൻ ഓക്കെ. മുട്ട പുഴുങ്ങാൻ വയ്ക്കാവേ. നമുക്ക് എഗ് ബോയിലർ ഉള്ളത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങാൻ വയ്ക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് മുട്ട റെഡിയാവും കേട്ടോ. നിങ്ങളുടെ അപ്പം ചുട്ട് തരാം. എന്താ പറഞ്ഞേ, 1 മിനിറ്റ്. വേദന ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ ദോശയ്ക്ക് വേണ്ടി ഇരിക്കണമെന്നാ. ദോശ കിട്ടിയിരുന്നെങ്കിൽ പിള്ളേരുടെ കളിക്കാൻ പോയിരുന്നല്ലേ. വേദ ജോലി ചെയ്യുന്ന കുട്ടിയാണോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. വാ, വേദ വല്ലപ്പോഴും ദോശ ചുടാൻ കയറും കേട്ടോ. ഇന്ന് അടിപൊളിയായി. നൈസ്. നോക്കട്ടെ, ഒരു ലോട്ട് പുച്ഛം വേദയ്ക്ക്. ഞാൻ ഗീ ഒഴിച്ചാലും നീ ഒഴിച്ചാൽ ശരിയാവില്ല. വേദയ്ക്ക് എത്ര ഗീ റോസ്റ്റാണ്? 1 മതിയാ? പൊറോട്ട ആണെങ്കിലാ? ഓക്കെ, പൊറോട്ട ആണെങ്കിൽ 2. ചമ്മന്തിപ്പൊടി എൻ്റെ പാസ്ത്ര രാവിലെ തുടങ്ങിയിട്ടുണ്ട്. മതിയല്ല? ഇത് ദോശപ്പൊടി, ചമ്മന്തിപ്പൊടി. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാവേടാ. ഇത് നമുക്ക് എനിക്ക് ആൻറ്റി തന്നതാണ്. മാറിക്കൂടെ, ഡോബി വർക്ക് ചെയ്തിട്ട് ഇത്രയും കഴിക്കുമോ നീ? ചമ്മന്തിപ്പൊടി പൊടി ദോശ ആയിട്ട് ചുടാറില്ലായിരുന്നല്ലേടാ? ഡോബി ഇതാ വന്ന്. ചിലപ്പോൾ വന്നിട്ട് തിരിച്ചു പോവേ, ചിലപ്പോൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട് പോകും. ഡോബിയുടെ കാര്യം ഡോബിക്ക് മാത്രമേ അറിയൂ. സോറി, ഡോബി വന്നോണ്ട് ഞാൻ മാറി കൊടുത്തത്. വേദയുടെ ദോശ റെഡിയാണേ. നല്ല ജോലിയുണ്ട്. കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനോടൊപ്പം കളിക്കണ്ടേ, അതുകൊണ്ട് അതിന് മുന്നേ ഞാൻ ജോലി റെഡിയാക്കാണ്. മോര് കറിക്ക് ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഏട്ടന് വേണ്ടി വച്ചേക്കാണ്. മോര് കറിക്ക് വേണ്ടി കടുക് പൊട്ടിക്കുകയാണ്. മോര് കറി, ക്യാരറ്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. ക്യാരറ്റ്, പിന്നെ എന്താ, കപ്പ വയ്ക്കണം, മുട്ട അവിയൽ വയ്ക്കണം. അപ്പം ഇത്രയാണ് ഉള്ളത്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബീഫിൻ്റെ കാര്യം പറഞ്ഞില്ല, ബീഫല്ല, പോത്ത്. അപ്പോൾ ഇത്രയും പണികൾ എനിക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കൂടെ നടക്കത്തില്ല. എല്ലാം ചളകുളമാവും. അതുകൊണ്ട് നമുക്ക് എല്ലാം വച്ച ശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ വച്ചു എന്നുള്ളത്. കുഞ്ഞിയൊക്കെ നമുക്ക് കാണാവേ. വേദയും ദിയയും തേനും കൂടി ഒരു കുഞ്ഞു പരിപാടി കുഞ്ഞെ വെൽക്കം ചെയ്യാനായിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. രാവിലെ 3 പേരും കൂടെ ഷോപ്പിലൊക്കെ പോയി നടന്നു പോയി വാങ്ങിച്ചിട്ടൊക്കെ വന്നു. ഇപ്പം അവർ വന്നിട്ടുണ്ടേ. തറ
ഫസ്റ്റ് ചീമയും കുഞ്ഞിയാണ് വരാനുള്ളത്. അത് കിണുങ്ങന്റെ വക കേട്ടോ. തന്നെത്താനെ 2-3 പേരും കൂടെ കടയിൽ പോയി വാ. ഹലോ കുഞ്ഞി പിന്നെ, കുഞ്ഞിന്റെ എവിടെ പോന്നെടാ നീ? വെൽക്കം കുഞ്ഞി, വെൽക്കം. ഇല്ല ആ വന്നോ. അത് കിണുങ്ങണ്ട സെറ്റപ്പ്. ഇങ്ങോട്ട് വാ ചീമ, ഇങ്ങോട്ട് വാ. കൊച്ചിനെ കണ്ടുകൂടാ. ഇത് വേദയുടെ സെറ്റപ്പ്. വെൽക്കം കുഞ്ഞി, വെൽക്കം കുഞ്ഞി. പാർട്ടി പവർ സ്നോ സ്പ്രേ കോൺസെപ്റ്റ്. പാർട്ടി പോപ്പർ സ്പ്രേ ഒക്കെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞ അന്ന് ഓടിക്കില്ലെന്ന് പറഞ്ഞു. അരമണിക്കൂർ കൊണ്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇതെല്ലാം. എവിടെയൊന്ന് നോക്കുകയാണ് കേട്ടാ. മക്കളെ ഇത് എവിടെ വന്നേടാ? ഇത് എവിടെ വന്ന പൊന്നെ? ഇതെവിടെ പോലെ? ഓക്കെ, അവര് വന്നു. എനിക്കിനി കുറച്ച് ജോലികളൊക്കെ ആയി. ഇനി ഒന്ന് ഒരു ചെറിയ കിച്ചൺ മാത്രം ക്ലീനിങ്, ബാക്കി എല്ലാം ഡോബിയൊക്കെ സെറ്റ് ചെയ്തു. അപ്പോ എന്താണ്, എന്റെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാവേ. വേദയ്ക്ക് പഴംപൊരിയും ബീഫും ഉണ്ടാക്കണം. വേദ ടൂറ് പോയിട്ട് വന്നപ്പോൾ പഴംപൊരിയും ബീഫും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. ഇവര് ബീഫ് ഉണ്ടാക്കി വെച്ചു. ഫുൾ ചീത്തയായപ്പോ എടുത്ത് കളഞ്ഞു. പിന്നെ വെറും പഴംപൊരിയായിട്ട് കഴിച്ചു. അതിനുശേഷം ഇന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 12 മണി ആയതേ ഉള്ളൂ. ഞാൻ ഇനി കുളിച്ചിട്ട് വരാം. ചോറ് അരി മേടിച്ചില്ല. നല്ല പഴംപൊരി മുഴുമുല കഴിക്കണ്ട. ഉണ്ടാക്കി തോന്നില്ലല്ലോ. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പോലും നിന്റെ തീ കണ്ട. ഞാൻ 10 കിലോ പഴംപൊരി ഉണ്ടാക്കാൻ അതിന്നില്ല. വേദയുടെ ഫേവറേറ്റ് പഴംപൊരിയും ബീഫും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. പഴംപൊരി സൂപ്പർ. 2 പഴംപൊരി ഞാൻ ഇപ്പൊ ഇരുന്ന് കഴിച്ചു. ഫുൾ മഷി. ചോറ്, മുട്ട അവിയല്, ക്യാരറ്റ് തോരൻ, ഇത് മറ്റേ ചമ്മന്തിപ്പൊടി. ഈ ചമ്മന്തിപ്പൊടിയും വെളിച്ചെണ്ണയും വെറും ചോറും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. മുളക് വറുത്തത്, ഇത് മറ്റേ തമിഴ് ചമ്മന്തിപ്പൊടി, അച്ചി ഉദ്ദേശിക്കുന്ന ചമ്മന്തിപ്പൊടിയുടെ. പിന്നെ ബീഫ്, പഴംപൊരി, കപ്പ ഒക്കെ ഉണ്ട്. അത് വേണമെന്നുള്ളവർക്ക് അത്. എനിക്കിത് മതി. ചീമ ഫ്രിഡ്ജിനകത്തെ ഒരു ഉണക്കമീൻ ചമ്മന്തി റെഡിമെയ്ഡ് ഉണ്ടാവും. അതിങ്ങ് എടുത്തോണ്ട് വാ. കണ്ടോ? കൊണ്ടുവാ പൊന്നു. നമുക്കെല്ലാം കൂടെ കുഴച്ചടിക്കാം. ചമ്മന്തിപ്പൊടി ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, വാങ്ങിച്ചത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുട്ട അവിയലും വെച്ച് തിന്നണം. പോത്തൊക്കെ മാറി നിൽക്കും. ചീമ എന്തോന്ന് എടുക്കണ? മൈക്ക് എൻ്റെ കയ്യിലാണ് ഇരിക്കണത്. പുളിശ്ശേരി ഉണ്ട്, പിന്നെ കാശ്മീരിലെ ആപ്പിൾ ചട്നി, പല വെറൈറ്റി ചട്നികളുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരിതേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവർക്കിന്ന് റെസിഡൻസിൽ ഡാൻസാണ്. അതിൻ്റെ ഇളക്കത്തിലാണ് 4. വേദയ്ക്കിന്ന് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഞാൻ പിന്നെ മാറ്റി വയ്പ്പിച്ചു. കാരണം ഇവിടെ പ്രോഗ്രാം 5-5:30 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ട്യൂഷൻ 5 മണിക്ക് കഴിയത്തുള്ളൂ. പിന്നെ എത്തി റെഡിയായി താമസിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ട്യൂഷനെല്ലാം മാറ്റി വെച്ചു. അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കണം. ഞാൻ പറഞ്ഞില്ലേ, വേദയും തേനും ദിയമ്മും ഒക്കെ കുഞ്ഞിയുടെ നൂലുകെട്ടിനെ കളിച്ച ഡാൻസ് തന്നെയാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതിലൊരു ഡാൻസ് മാത്രം മാറ്റിയിട്ട് വേറെ ആക്കി കേട്ടോ. ഞാനും കുഞ്ഞിയും കൂടെ ഇരുന്ന് ഡാൻസൊക്കെ കാണുകയാണ്. ഞാനും കുഞ്ഞി, അമ്മയും ചീമ എല്ലാവരും ഉണ്ട് കേട്ടോ. കുഞ്ഞി ഭയങ്കര
അവൾക്ക് ഇവിടെ ഇഷ്ടമായതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾക്കെല്ലാം കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുറേ സമയം നോക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരെയും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെയൊക്കെ നോക്കുന്നുണ്ട്, വിളിച്ചാലും നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിളിച്ചാൽ അങ്ങനെ നോക്കാറുള്ള ഇതൊന്നും ആയില്ല കേട്ടോ. ഇപ്പോൾ അവൾക്ക് 2.5 months ആയിട്ടുണ്ട്. അങ്ങനെ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ അവരുടെ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. ഓൾറെഡി നമ്മൾ കണ്ട ഡാൻസ് ആണെങ്കിലും വീണ്ടും വീണ്ടും കളിക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ചീമയും അമ്മയും ഒക്കെ കണ്ട ഡാൻസ് ആണെങ്കിലും വേദയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത് കേട്ടോ. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അമ്മയും, ചീമ ഇവിടെ ഉണ്ടെങ്കിൽ ചീമയും, അമ്മ ഇതിനിടയ്ക്ക് വേദയുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിനാണ് അമ്മയ്ക്ക് അന്ന് ഒട്ടും വയ്യാത്തത് കൊണ്ട് തലവേദന ഇതായിട്ടാണ് അമ്മ വരാത്ത. ബാക്കി എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവരൊരു മുടക്കവും ഇല്ലാണ്ട് എത്തിയിരിക്കും കേട്ടോ. അച്ഛനും ഉണ്ടാവും, അച്ഛനും അമ്മയും ചീമയും ഉണ്ടാവും. എല്ലാം എന്ത് കാര്യത്തിനും എന്ത് കാര്യത്തിനും എനിക്ക് അവരേ ഉള്ളൂ, അവരുണ്ടായിരിക്കുകയും ചെയ്യും. അതെല്ലാ മക്കളോടും എല്ലാ അച്ഛനമ്മമാരും സഹോദരങ്ങളും അങ്ങനെ ആയിരിക്കും. എങ്കിലും ഞാൻ അതൊന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ 2-3 ദിവസമായിട്ട് ശ്രീകുട്ടിയുടെ വീഡിയോ വെച്ച് 10 കാശുണ്ടാക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് മക്കളുമാർ ചെയ്യുന്നുണ്ട്. ശ്രീകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, പോലീസ് ചോദ്യം ചെയ്തു, കോടികളുടെ തട്ടിപ്പ് നടത്തി, നിനക്കൊക്കെ പിച്ച തണ്ടിക്കൂടെ? കോടികളുടെ തട്ടിപ്പ് നടത്തി ആ കോടികൾ എൻ്റെ കയ്യിലെടുക്കുമ്പോൾ ഞാൻ പോയി പിച്ച തണ്ടേണ്ട കാര്യമുണ്ടോ? ഈ ചോദ്യം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. നിനക്കൊക്കെ പോയി പിച്ച തണ്ടിക്കൂടെ? വല്ലവൻ്റെയും കുടുംബജീവിതത്തിൽ കയറി അനാവശ്യ കാര്യങ്ങൾ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി കുറേ കമൻസ് വാങ്ങിച്ച് അതിന് ലൈക്കും കൊടുത്തിരിക്കുന്ന നിനക്കൊക്കെ പോയി പിച്ച തണ്ടിക്കൂടെ? എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോ എൻ്റേത് മാത്രമാണ്, അല്ലാതെ നിൻ്റെയൊന്നും എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാൻ വരുന്നില്ല. ശ്രീകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ദിവസവും ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോ ഇടുന്നവർക്ക് കണ്ടാലും മനസ്സിലാവും ശ്രീകുട്ടിയെ ചോദ്യം ചെയ്തോന്നും. പിന്നെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കാര്യം ആ വീഡിയോസ് കാണുന്ന ചിലർക്ക് അറിയാം. അല്ലാതെ നിൻ്റെ വീഡിയോയും കണ്ട് അതിൻ്റെ താഴെ കമൻറ്റും ഇട്ട് അത് കണ്ടിട്ട് വന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്ന അവന്മാർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അനിയ, അതുപോലെ കോടികൾ തട്ടിയെടുക്കാനും വേണം ഒരു കഴിവ് കേട്ടോ. നീയൊന്നും വിചാരിച്ചിട്ട് ഇതുപോലെ കോടികൾ തട്ടിയെടുക്കാൻ പറ്റിയില്ലല്ലോ. വലിയ അന്തസ്സോടെ അഭിമാനത്തോടെ വന്നിരുന്ന് യൂട്യൂബിൽ കയറിയിരുന്ന് അങ്ങനെ വല്ലവൻ്റെ കുടുംബകാര്യം പറയുമ്പോൾ നിനക്കൊക്കെ എന്ത് തേങ്ങയാടാ കിട്ടുന്നത്? കിട്ടും, കാശ് കിട്ടും. എല്ലാവരുടെയും കമൻറ്റ് ചെയ്യും പോലെ ശ്രീകുട്ടിക്ക് കാശ് കിട്ടുന്നില്ലേ, അതുപോലെ അവന്മാർക്കും കിട്ടും. ശ്രീകുട്ടിക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ശ്രീകുട്ടിയുടെ മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ മറ്റവൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടാക്കാൻ വരുന്നില്ല. കുറച്ച് പേരെങ്കിലും എന്നോട് ക്ഷമിക്കാൻ എനിക്കിത് ഇത്രയും പറയണമെന്ന് തോന്നി. കാരണം വെറും അനാവശ്യ കാര്യങ്ങളാണ് തംബ്നെയിൽ ഉൾപ്പെടെയായിട്ട് എൻ്റെ ഫോട്ടോയും എൻ്റെ തല എൻ്റെ ഫിഗർ എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോയും ചേർത്തിട്ട് യവന്മാർ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത്രയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ വെറും വിഡ്ഢിയായിപ്പോവും, വെറും മണ്ടിയായിപ്പോവും. എന്നല്ല കേട്ടോ, എന്നെ പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് നേരിടുന്നൊരു പ്രശ്നമാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യലും സോഷ്യൽ മീഡിയയിൽ അനാവശ്യം വരുന്നതും. കാരണം പലരും തംബ്നെയിൽ മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ. തംബ്നെയിൽ കൊടുത്തിരിക്കുന്നത് കോടികളുടെ തട്ടിപ്പ് നടത്തി പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ എന്ത് മോശമാണെന്ന് നോക്കണേ. ഈ തംബ്നെയിൽ മാത്രം റീഡ് ചെയ്യുന്നവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി എന്തൊക്കെ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്, മോശം ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നതെന്നറിയോ. ശരി, എന്തായാലും വെരി സോറി, ഇതിനിടയ്ക്ക് അത്രയും പറയേണ്ടി വന്നതിൽ വളരെ വിഷമം. 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ പലതും കാണുന്നുണ്ട്. പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തു, കോടികളുടെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് തംബ്നെയിൽ വരാൻ തുടങ്ങിയപ്പോൾ അതെനിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ പിള്ളേരുടെ ഡ്രസ്സെന്ന് പറയുന്നത്. ഇവർ പേരൊക്കെ ഇട്ട് CO ഗേൾസ്. എന്തിനാണ് അങ്ങനെ ഒരു പേരിട്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയ ജസ്റ്റ് ഒരു ഡാൻസിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിയതാട്ടോ. ആ ഒരു യെല്ലോ കളർ എന്താണ് ആ ഒരു ടോപ്പ്, അതിനെന്തോ പേര് പറയും. അതിന് മാച്ചായിട്ടുള്ള കമ്മൽ, മാല, വളയൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരി കുട്ടികളായിട്ടുണ്ട്. പോണി കെട്ടിയിട്ടുണ്ട്, അതാകുമ്പോൾ മുടി അഴുങ്ങി പോകത്തില്ല. പിന്നെ ഇതിൽ ഡെക്കറേഷൻ വരുത്താൻ നിന്നാൽ ഇന്നൊന്നും പണിയും തീരത്തില്ല. അതുകൊണ്ട് റെസിഡൻസിലെ പ്രോഗ്രാം അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പിള്ളേരുടെ സന്തോഷത്തിനും കാണുമ്പോൾ ഒരു ഇമ്പം ഉണ്ടാവാനും എല്ലാത്തിനും കൂടി ചേർത്തിട്ട് എല്ലാവരും ഒരുപോലെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരി കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി നെക്സ്റ്റ് ഡേ മുതൽ തുടങ്ങും അടുത്ത വർഷത്തെ ഡാൻസ് പ്രാക്ടീസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഞാനാണ്. പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും ഡാൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നതും ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം എൻ്റെ പരിപാടിയാണ്. എത്ര സമയമില്ലെങ്കിലും ഞാൻ അതിനൊക്കെ സമയം കണ്ടെത്തും. കാരണം വേദയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ആ സന്തോഷം എനിക്ക് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. ഉള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഡാൻസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ യൂട്യൂബിൽ ഏതെങ്കിലും നല്ല ഡാൻസ് ഉള്ള ഏതെങ്കിലും പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കും വിത്ത് ഡാൻസ് ഉള്ളത്. ആ ഡാൻസ് നോക്കി അവർ പഠിച്ചോളും കേട്ടോ. അതുകൊണ്ട് അതിൽ ഓരോ ടെൻഷനൊന്നും വേണ്ട. പിന്നെ അതിലെന്തെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചില സ്റ്റെപ്സൊക്കെ അവരെടുക്കുന്നത് അതുപോലെ ശരിയാവത്തില്ല, കൈ കാല് ഒരുപോലെയൊന്നും വരത്തില്ല. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ അധികം ക്ലിയർ ചെയ്യാനൊന്നും നിന്നില്ല. ചീമയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് അവർ കളിച്ചിട്ടുണ്ട് അറിയാമെന്നുള്ളതുകൊണ്ട് പിന്നെ വലുതായിട്ട് ഞാൻ ക്ലിയർ ചെയ്യാൻ നിന്നില്ല. പക്ഷേ എനിക്ക് ഈ സെയിം ഡാൻസ് തന്നെ ഇവിടെ കളിക്കുന്നതിലൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല.
കാരണം നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. വേദ ഇല്ലാത്തതുകൊണ്ട് ഇവരാരും പ്രാക്ടീസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേദ വന്ന ശേഷമാണ് ഇവർ പ്രാക്ടീസ് തുടങ്ങിയത്. അപ്പോൾ പിന്നെ കുറേ ദിവസം നമ്മളങ്ങ് നെട്ടയത്തൊക്കെ പോയി നിന്നത് കൊണ്ടും കറക്റ്റ് പ്രാക്ടീസും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പഠിച്ച ഡാൻസ് തന്നെ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് കളിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് മാത്രം അതിൽ വേദ ഒരു സോളോ ഡാൻസാണ് അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുഞ്ഞിക്ക് വേണ്ടിയിട്ട് അവൾ കളിച്ചൊരു ഡാൻസായിരുന്നു. അതിനെ കട്ട് ചെയ്തിട്ട് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഫസ്റ്റ് കൊടുത്തു. അത് മാത്രം അവർ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒരു 5:30 ആയപ്പോൾ പിള്ളേരൊക്കെ റെഡിയായി ഒരു റീൽസൊക്കെ എടുത്തു. അത് വേദയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. റീൽസൊക്കെ എടുത്ത ശേഷം നമ്മൾ താഴേക്ക് പോവുകയാണ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അമ്മ കുഞ്ഞിയെ നോക്കിക്കോളാം, കാരണം അമ്മയ്ക്ക് കാൽമുട്ട് വേദനയൊക്കെ ഉണ്ടല്ലോ, നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മ കുഞ്ഞിയെ നോക്കിക്കോളാം. ചീമ വേദയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിളിച്ചാൽ മതി വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴയെല്ലാം പൊടിഞ്ഞു. പക്ഷേ ആ മഴ പൊടിഞ്ഞിട്ട് അപ്പോഴേ അങ്ങ് മാറി കേട്ടോ. ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ ഋഷിരാജ് സിംഗും പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു മോനുമായിരുന്നു കേട്ടോ. അയ്യോ പാട്ട് പാടി എന്ത് രസമായിട്ട് പാടിയെന്നറിയോ. ഞാൻ ആ മോൻ്റെ പേര് മറന്നുപോയി. യെസ്, സാത്വിക് എന്നെന്തോമാണ് കേട്ടോ മോൻ്റെ പേര്. എന്ത് രസമായിട്ട് പാടിയെന്നറിയോ. അങ്ങനെ അദ്ദേഹവും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം അവരുടെ കാര്യപരിപാടികൾ, പ്രസംഗവും മറ്റും ഉദ്ഘാടന പരിപാടികളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞൊരു 7:30-8 മണിയോടെ ഇവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. 10 മണി വരെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന വേദയും ദിയയും തേനും അമ്മും കൂടിയാണ് ഈശ്വര പ്രാർത്ഥന എല്ലാ വർഷവും ചെയ്യുന്നത്. അവർ തന്നെയാണ് ഇപ്രാവശ്യവും. എപ്പോഴും ഒരു ഡാൻസ് കൂടി ഉണ്ടാവും. ഇപ്രാവശ്യം ഒരു പാട്ട് കൂടി ഞാൻ പാടാൻ പറഞ്ഞു. കാരണം അതിപ്പോൾ കോമ്പറ്റീഷനോ വേറെ ഒന്നുമില്ല, അവർ വലിയ പാട്ടുകാരൊന്നുമില്ല, എങ്കിലും അവർ പാട്ട് പാടി കേട്ടോ. ഇതാട്ടോ ആ മോനെ പാട്ട് പാടി എന്ത് രസമായിട്ട് പാടിയെന്നറിയോ. വേദയും ദിയയും തേനും അമ്മും കൂടി. പിന്നെ ഡാൻസും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം കളിച്ച ഡാൻസ് ആയതുകൊണ്ട് എനിക്ക് കളിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അത് തന്നെ വീണ്ടും കളിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു പാട്ടുകൂടെ പാടാൻ പറഞ്ഞു. അങ്ങനെ ഏതൊരു പാട്ട്, ഒരു യു ക്യാൻ ആസ്ക് മീ ഫ്ലവേഴ്സ്, ആ പാട്ട് വേദയും ടീമും പാടി കേട്ടോ. അങ്ങനെ ഇരുന്ന് അത് സാത്വിക്കിൻ്റെ പാട്ടെല്ലാം കേട്ടിരുന്നപ്പോഴേക്കും ചൂട് ചായ കൊണ്ടുവന്നു കേട്ടോ. 1-ന് 2 ചായ ഞാൻ അവിടെ നിന്ന് കുടിച്ചായിരുന്നു. 2 ചായ കുടിച്ചപ്പോൾ വയറെല്ലാം കൂടി ഫുള്ളായി കേട്ടോ. പിന്നെ ഈവനിങ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞൊരു 3rd 4th ഡാൻസ് ആയിരുന്നു വേദയും ദിയയും തേനുവിൻ്റെയും അമ്മുവിൻ്റേതും. അപ്പോൾ സെയിം ഡാൻസ് ചെയ്യാൻ അവർ കളിച്ചു. ഈ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പുകയിടുന്നതും ഇങ്ങനെ ലൈറ്റിട്ട് ബ്ലിങ്ക് ചെയ്ത് പോകും കേട്ടോ. അത് കാണുമ്പോൾ പിന്നെ അത് വരുമ്പോൾ പിന്നെ വേദയ്ക്ക് ഡാൻസ് വരത്തില്ല. എനിക്കത് ഭയങ്കര ഇറിറ്റേഷനുള്ളൊരു സാധനം കേട്ടോ. എനിക്ക് കണ്ണൂലും കാണാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് ടൈം പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരുടെ ഡാൻസ് വരുമ്പോൾ അത് പ്രത്യേകം പറയണം. ഉള്ള പുകയെല്ലാം കൂടെ അടിച്ചിട്ട് പിള്ളേരെ കാണാനും പറ്റുന്നില്ല, ലൈറ്റ് വരുമ്പോൾ പിള്ളേർക്കും കളിക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിലൊരു പ്രശ്നം കേട്ടോ. പക്ഷെ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവരും കുറേ സോങ്സ് ഇങ്ങനെ നമ്മൾ മേജ് ചെയ്താണ് കളിക്കുന്നത്. അതിൽ സിംഗിൾ ഡാൻസും ഒക്കെ ഉണ്ടാവും, അവരുടെ സോളോ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ നമ്മൾ ബെറ്റർ ആക്കി ക്ലിയർ ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ടൊക്കെ മീഷോന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന രീതിയിൽ, കാണുമ്പോൾ ഒരു ഓളം ഉള്ള രീതിയിലായിരിക്കും ഡ്രസ്സൊക്കെ എടുക്കുന്നത് കേട്ടോ. വലിയ സംഭവമല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, റെസിഡൻസിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, അതിൻ്റെ ഒരു സന്തോഷം, പിള്ളേരുടെ ഒരു സന്തോഷം. ഇപ്രാവശ്യം സ്പോർട്സിനൊന്നും വേദയ്ക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ ട്രിപ്പിലായിരുന്നു ഇവിടെ സ്പോർട്സ് ഡേ നടക്കുന്ന സമയം. അതിൻ്റെ ഒരു വിഷമം വേദയ്ക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്നെ കുറേയൊക്കെ വഴക്ക് പറഞ്ഞു കേട്ടോ, ഇനി ഒരു കാര്യത്തിനും എത്തിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേദയുടെ ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷം ചീമ കാണാൻ വന്നിട്ട് അവർ നേരെ അങ്ങ് വീട്ടിലേക്ക് പോവുക കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞ് ഓരോ ദിവസവും വലുതാകുമ്പോൾ അറ്റാച്ച്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ അവർ രാത്രി പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു കേട്ടോ. ഇനി അവർ അങ്ങ് പോയി നിൽക്കുമ്പോൾ എനിക്ക് അതാണ് അമ്മ കരയണുണ്ടപ്പോൾ എനിക്ക് അയ്യേ എന്ന് തോന്നി. പക്ഷേ നമ്മളിപ്പോൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വന്നപ്പോൾ അവൾ ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് പോയപ്പോൾ തന്നെ ഭയങ്കര വിഷമം. അപ്പോൾ ഇത്രയും ദിവസം ഒരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം ആകുമ്പോൾ അവൾ പോകുന്നതാണ് പറഞ്ഞതേ. 3 മാസത്തോളം അമ്മയുടെ അടുത്ത് നിന്നിട്ട് പോകുമ്പോൾ ആ ഒരു ഫീല് വല്ലാത്തൊരു ഫീലായിരിക്കും കേട്ടോ. എന്നിട്ട് അവരങ്ങ് പോയിട്ട് ഞാൻ വീണ്ടും താഴെ വന്നപ്പോഴേക്കും 10ാം ക്ലാസ്സും +2 ഒക്കെ ജയിച്ച കുട്ടികളെല്ലാം ഇങ്ങനെ ചോക്ലേറ്റൊക്കെ തരുന്നുണ്ട്. മഞ്ച് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അതിനപ്പം തന്നെ ഞാൻ വായിക്കകത്താക്കി കേട്ടോ. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇവർ പാട്ടിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് അവരുടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതും അവരെല്ലാവരും 4 പേരും കൂടി സിയോ ഗേൾസ് എന്നൊക്കെ പേരിട്ട് സിയോ ഗേൾസിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവരെ കൊണ്ട് പറ്റുന്ന
രീതിയിൽ ഡാൻസ് നന്നായിട്ട് ചെയ്തു. പാട്ടും ഞാൻ പറഞ്ഞില്ലേ, പാട്ട് അവർ വലിയ പാട്ടുകാരൊന്നുമില്ല, പക്ഷേ എങ്കിലും അവർ പാടി. അതൊക്കെ ഒരു സന്തോഷമല്ലേ. എല്ലാവരും പറഞ്ഞിട്ടല്ലല്ലോ റെസിഡൻസിലെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്, കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 10 മണിയായപ്പോൾ, കറക്റ്റ് 10 മണിയായപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു. ഫുഡ് ഉണ്ടായിരുന്നു, ദോശ, രസവട, ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാവരും കൂടി വാങ്ങിച്ച് കഴിച്ച് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ പോയിട്ടോ. എന്തായാലും കുഞ്ഞ് ഫസ്റ്റ് ടൈം നമ്മുടെ വീട്ടിൽ വന്നു. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ചീമ ഇങ്ങോട്ട് വിളിച്ചിട്ടൊക്കെ വന്നാൽ തലയൊക്കെ ഉറച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിനെ വൈകുന്നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക ചീമാന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ.